വേറെ എന്തെങ്കിലും കഥകൾ ഇതുപോലെ? ചെറുപ്പത്തില് ഒരു ടൈമിന് ഇങ്ങനെ പോവും, പല സ്ഥലത്തും ബസ് കയറി പോവും. അത് ചിലപ്പോ തൃശ്ശൂര് പോകും, എവിടേക്കാ പോകണ്ടെന്ന് അറിയില്ല. ചെറുപ്പം ഏതൊരു സുമാർ പ്രായമൊക്കെ? ഒരു 18 വയസ്സ് അങ്ങനെയുള്ള ഇതിലാണ്. 17, 18, 19 അതിലാണ് ഈ യാത്രകൾ. അപ്പൊ ഒരു രണ്ടുമൂന്നല്ല പല സ്ഥലത്തും ഇങ്ങനെ പോകും, എവിടെയും പോകണം എന്ന് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും. അപ്പൊ വേണ്ടാന്ന് അറിയില്ല. അപ്പൊ ബസ് വരിക, അപ്പൊ തോന്നുന്നിടത്തേക്ക് അങ്ങനെ പോവുക. കിട്ടിയ ബസ്സിൽ കയറാൻ? എല്ലാ ബസ്സും കയറൂല, കുറെ കാത്തിക്കും. വലിയ കാര്യപ്പെട്ട ആളായിട്ട് ഇങ്ങനെ കാത്തിക്കും. എന്നിട്ട് ഏത് ബസ് വരുമ്പോഴും കയറാൻ നോക്കുമ്പോ കയറണമെന്ന് തോന്നൂല. അങ്ങനെ പിന്നെ ഒരു ബസ് വരുമ്പോ ഇത് കയറാൻ നിർബന്ധമായിട്ട് തോന്നുമ്പോ അതിക്കാണ് കയറും. അപ്പൊ ഏതേ സ്ഥലത്തേക്ക് അങ്ങനെ പോവുക. പിന്നെ എവിടെയെങ്കിലും എത്തിപ്പോണ്ട് ഇറങ്ങാൻ തോന്നും, ഇറങ്ങും. അങ്ങനെ പോകും. അങ്ങനെ പല സ്ഥലത്തും എത്തിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ കാര്യപ്പെട്ട ഒന്നിവിടെ അടുത്ത് പുലാമന്തോട് അറിയാം അടുത്ത്. അപ്പൊ അവിടെ ഇങ്ങനെ എത്തിപ്പെട്ട് ഒരു ഹോട്ടലിന്റെ അവിടെ ഇങ്ങനെ കുറച്ചിറങ്ങി ഇങ്ങനെ തിരിഞ്ഞളിച്ച് അവിടെ എത്തിയിട്ട് നമ്മളെ പോയിന്റിൽ എത്തിയത് അവിടെ ഇങ്ങനെ നമ്മള് ചുറ്റണ മാതിരി ചുറ്റും, വെറുതെ കറങ്ങും. അപ്പൊ അവിടെ എത്തി, അവിടെ ഒരു ബെഞ്ചുണ്ട് ആ ഹോട്ടലിന്റെ പുലാമന്തോട്. ആ ഹോട്ടലിന്റെ ആ ബെഞ്ച് മടം കയറി കുറച്ചേരം ഇരുന്നു. കുറച്ചേരം ഇങ്ങനെ ചുറ്റി അവിടെ കയറി ഇരുന്നേക്കിന് തന്നെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താ സംഭവിച്ചിട്ട്. ഞാനൊരു ചായ കുടിച്ചു, അവിടുന്ന് അങ്ങനെ പോയി. പിന്നെ ആ സംഭവം എന്താണെന്നുള്ളത് ഇപ്പൊ അടുത്താണ് മനസ്സിലായത്. അങ്ങനെ എന്റെ ഒരു സുഹൃത്തിന്റെ ജാഫർ പുറപ്പുറപ്പിൽ തന്നെ ഉള്ള ആളാണ്. അപ്പൊ ഓന്റെ ഒപ്പം ഞാൻ ഒരു ദിവസം ഇങ്ങനെ സ്ഥലത്ത് പോയേക്കിന് ഈ ഹോട്ടലിൽ അവിടെ എത്തിയേക്കിന് ഞാൻ പറഞ്ഞു, ഈ ഹോട്ടലിന്റെ അവിടെ ഞാൻ അതിന്റെ മുമ്പ് വന്നിട്ടുണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വന്നിട്ടുണ്ടായില്ല. എന്നാ ഈ ഹോട്ടലിന്റെ ഇവിടെ കറങ്ങുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്താ വെച്ചാല് അവിടെ ബീരാനിപ്പാപ്പ എന്നൊരാൾ അമ്പമൊന്ന് അലിപാപ്പ അന്ന് പറഞ്ഞിരുന്നു, ഇവിടെ എന്റെ മക്കള് വരും, അപ്പോ അവിടുന്ന് ചായ കൊടുത്തോളണ്ടി, ഒരു വേണ്ട സാധനങ്ങൾ കൊടുത്തോളണ്ടി. തങ്ങൾപ്പാണ് അല്ലെ? തങ്ങളിപ്പാണ് അല്ല, സിദ്ധനാണ്. അമ്പമൊന്ന് ഉള്ള ആള്, ഒരു അറിയുന്ന ആളാണ്. എനിക്കറിയില്ല അവരുടെ സ്ഥലമാണ് അവിടെ. അല്ല, അവരവിടെ വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ഹോട്ടലിന്റെ ആളോട്, എന്റെ മക്കളോട് വരും, അപ്പൊ അവിടുന്ന് ചായ കൊടുത്തോളണ്ടി, വേണ്ട കൊടുത്തോളണ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ജാഫറിനോട് പറയും. അപ്പൊ ഇവിടെ ഒന്ന് തിരിഞ്ഞളിച്ചിട്ടുണ്ടോ? തിരിഞ്ഞളിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ആ സംഭവം അറിയുന്നത്. അതേമാതിരി ഞാൻ ഇങ്ങനെ കറങ്ങുമ്പോ ഒരു ദിവസം ഈ തൃശ്ശൂര് ഒരു സ്ഥലം വടക്കുന്നാഥൻ ക്ഷേത്രം. ആ ഭാഗത്ത് ഇങ്ങനെ ചെന്നാണ്ട് ഇതേമാതിരി കുറെ തിരിഞ്ഞളിച്ചു. അവിടെയൊക്കെ ഇങ്ങനെ കുറെ നടന്ന് ഇങ്ങനെ തിരിഞ്ഞളിച്ച് അതിന്റെ എഴുത്തുകൂടി അതിൽ ഒക്കെ പോയി കുറെ നേരം അവിടെയൊക്കെ നിന്ന് ഇതൊക്കെ കാട്ടിക്കണ്. അവിടെ പോന്നു. പിന്നെ ഇപ്പൊ അടുത്ത് ഞാനും കുട്ടികളും ഭാര്യയൊക്കെ പാടെ മൂന്നാറ് പോയി കണ്ട് ഇങ്ങനെ വരുന്നു. അവിടെ ചെറിയ ആവശ്യങ്ങൾ ഉണ്ടായിട്ട് ചെറിയ ജോലി ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞുകൊണ്ട് ആയിക്കോടെ വരുമ്പോ ഈ ഭാഗത്ത് കൂടെ വന്ന് അവിടെ പെട്ടത്. അപ്പൊ അവിടെ എത്തിയേക്കിന് എനിക്ക് മനസ്സിലായി ഈ സ്ഥലത്ത് കൂടെ ഞാൻ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ അവിടെ ഇങ്ങനെ എത്തുമ്പോ വണ്ടി ഇങ്ങനെ ഓടിച്ചിങ്ങനെ പോകല്ലേ, ഓടിച്ചിങ്ങനെ പോകുമ്പോ ഞാൻ ഈ സൈഡിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പൊ ഇവരൊക്കെ പറയുമ്പോൾ നല്ല രസമുള്ള ഒരു സ്ഥലം അവിടെ ഈ ഭാഗത്ത് നല്ലൊരു ക്ഷേത്രമുണ്ട്, അത് ക്ഷേത്രമല്ല. അപ്പൊ ഈ സ്ഥലമൊക്കെ കണ്ട പോലെ എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട് മനസ്സിൽ. അവിടെ ഞാൻ പിന്നെ ഇങ്ങനെ കയറി അങ്ങനെ പോയി ഉള്ളിലെത്തി ഇങ്ങനെ അവിടെ ക്ഷേത്രമുണ്ട്. അപ്പൊ രസം നല്ല ഉസാറുള്ള ക്ഷേത്രം, നമ്മള് പോയൊക്കെ അല്ലേ. അങ്ങനെ അതിന്റെ ഉള്ളിൽ ഓലൊക്കെ വെറുതെ കാണാൻ വേണ്ടിട്ട് അങ്ങനെ കയറിയേക്കിന് അവിടുത്തെ സെക്യൂരിറ്റി ഏതാന്ന് അത് ഇവിടെ ക്ഷേത്രത്തിൽ ടിക്കറ്റ് എടുക്കണം. അപ്പൊ അവിടെ എന്തൊരു കളി എന്തൊരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പൊ ആണ്ടാണ് ടിക്കറ്റ്. നമ്മൾ ക്ഷേത്രത്തിൽ പോകണ ടിക്കറ്റ് ഇല്ല. അപ്പൊ ഇന്നേരത്തെ അവിടെ പോകാൻ പറ്റില്ല. പിന്നെ ഏതാ ഇനി നേരം വെച്ചു. അപ്പൊ ഏതാണ്ട് കൂടെ തർക്കിച്ചാണ്ട് ക്ഷേത്രത്തിൽ പിന്നെ ടിക്കറ്റ് ഒന്നും മേടിച്ചൊന്നും ചേട്ടാ. അത് മറ്റേ കളിന്റെ അടുത്ത് പോകുന്നവർക്ക് ടിക്കറ്റ് മേടിച്ചോളൂ, നമ്മളതിന് മേടിച്ചൊന്നുമില്ല. ഞാൻ അങ്ങനെ പോയി. അപ്പൊ പോയി ഇങ്ങനെ കണ്ടുകൊണ്ട് പോകുന്നു. അവിടെയൊക്കെ ഇങ്ങനെ ചുറ്റിത്തിരി. അപ്പൊ മനസ്സിലായി ഈ സ്ഥലത്ത് ഞാൻ അപ്പൊ കറങ്ങി തിരിഞ്ഞാണ്ട് എത്തിയ സ്ഥലം അതാണ് ഈ സംഭവം. അപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ നമ്മളങ്ങനെ അറിയാതെ എത്തും. അപ്പൊ ഇത് പോയി അതിന്റെ സാധനം ഇന്നാണോ അല്ലെങ്കിൽ ആ സംഭവം ഒന്നും അറിയില്ല. പിന്നെ ഈ സംഭവം അറിഞ്ഞത് ഞാൻ
ഇപ്പൊ ഒരു 4 കൊല്ലം മുമ്പാണ് ഇങ്ങനെ ഈ സ്ഥലത്ത് എത്തിയത്. ഇത് ക്ഷേത്രമാണ്. ഓർമ്മ വരുന്നത് അല്ലേ? ഈ ക്ഷേത്രത്തിനെ പറ്റിയൊക്കെ അറിയണം. മറ്റേ ക്ഷേത്രമാണ് വേറുള്ളത്, അതൊന്നും അറിയില്ല. അങ്ങനെ പല കാര്യപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ അറിയാതെ ഇങ്ങനെ കൊണ്ടുപോയി എത്തിക്കണം. ഗൂഗിൾ മാപ്പ് കൂടെ എങ്ങനെ എത്തുന്ന മാതിരി എങ്ങനെ അറിയാതെ എല്ലാം ഇങ്ങനെ എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെടുന്നതിന്റെ ഇടയിൽ ഒരു ദിവസം ഇതേമാതിരി ബസ് കയറി പോകുന്നതിന്റെ ഇടയ്ക്ക് അമ്മന്റെ പേരേക്കാ പോയത്. പിന്നെ ഇടയ്ക്ക് പോലൊക്കെ ഉണ്ട് അവിടെയൊക്കെ. ശുക്കൂർ, എനിക്ക് 4 അമ്മമാരാ. ഒരാള് ശുക്കൂറാണ്, ലാസ്റ്റത്തെ ആള്. ബാക്കിയുള്ള എല്ലാവരും ഇപ്പൊ മൈസൂർ പോയി. മൂപ്പരുടെ ഭയങ്കര വക്കീലിന്റെ മാതിരി ഭയങ്കര തർക്കത്തിന്റെ ആളാണ്. മുജാഹിദാ. മുജാഹിദ് പറഞ്ഞാല് ഒരു തീവ്രമായ ആശയങ്ങളൊക്കെ ഉള്ള ഒരു മുസ്ലിം വിഭാഗം. അപ്പൊ അതില് മഹാന്മാര്, അതേമാതിരി കറാമത്തുള്ള ആൾക്കാര്, സിദ്ധിയുള്ള ആൾക്കാര് ബലൊന്നും അംഗീകരിക്കില്ല. ഒരു പഠിച്ചവന് മാത്രമേ സിദ്ധിയുള്ളൂ. മനുഷ്യൻ പറച്ചാൻ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനൊന്നുമില്ല. ഇല്ല, ഒന്നുമില്ല, വേറെ ആർക്കൊന്നുമില്ല. അപ്പൊ ഇവരിങ്ങനെ തർക്കിച്ചു. ഇന്നോടും ചിലപ്പോൾ തർക്കിച്ചിട്ടുണ്ട്, എല്ലാവരോടും തർക്കിച്ചു. തർക്കിക്കുമ്പോ അപ്പൊ മുഹമ്മദ് നബിനെ മൂപ്പര് എല്ലാ കാര്യത്തിലും പറയും ചെയ്യും. അപ്പൊ എല്ലാവർക്കും അതിന്റെ അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഞാനതിനെ എതിർത്ത് പറഞ്ഞു. അങ്ങനെ മുഹമ്മദ് നബിക്ക് അങ്ങനെ ഒരു കറാമത്ത് മുജിസത്ത് ഉണ്ടായിരുന്നു. അത് പറ്റൂല അറിഞ്ഞ ഒരു മനുഷ്യനല്ലേ. അപ്പൊ അത് നടക്കൂല. ഇല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ട്, ഇല്ലെങ്കിൽ ആർക്കും ഇല്ല, പറ്റൂല. അപ്പൊ ഈ പ്രവാചകന്മാരെ അടുത്തേക്ക് വരുന്ന ഒരു മലക്കാണ് ജിബ്രീല്. ഈ മുഹമ്മദ് നബി പോയി മരിച്ചുപോയി. അതിന്റെ ശേഷം ഈ ജിബ്രീല് മരിച്ചിട്ടില്ല. ഈ മലക്കുകൾ ജോലി ഇല്ലാതിരിക്കണ നമ്മളെ മായത്തെ കേരളത്തിലെ ആൾക്കാരെ മായത്തെ മലക്കുകളില്ല. കേരളത്തിലെ ആൾക്കാർ കുറെ ആൾക്കാർക്ക് പണിയില്ലാതെ വിട്ടിട്ടുണ്ടായി. മലക്കൾ അങ്ങനെ ഇല്ലല്ലോ. മലക്കള് നമ്മള് 10 പേര് മലക്കളെ 10 മലക്കളെ പേര് പഠിച്ചെന്നൊക്കെ നിർബന്ധം പറയും, മദ്രസിനൊക്കെ പറഞ്ഞ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ജിബ്രീൽ. ഇത് ഈ ദിവ്യ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ് ഈ മലക്കിന്റെ പണി. ഈ മുഹമ്മദ് നബി പോയി, ഇത് ആർക്കാ എത്തിക്കുക? നിങ്ങൾ പറഞ്ഞു തരിക. ഈ ദിവ്യ സന്ദേശം എത്തിക്കാൻ ആള് വേണ്ടേ? ഇയാൾ ജോലി ഇല്ലാതിരിക്കണേ, വെറുതെ പെൻഷൻ കൊടുക്കേ. ഇത് നമ്മളെ KSRTC ആൾക്കാർക്ക് വെറുതെ പണിയില്ല, കൂലി കൊടുക്കണമാതിരി കൂലി കൊടുക്കാൻ പറ്റുമോ? അങ്ങനെക്കാർക്ക് പണിയില്ല, ശമ്പളമില്ല, പണിയില്ല. ആ, ചിലത് അങ്ങനെയുണ്ട്. KSRTC-ക്കാര് ചില പണിയുണ്ട്, പണിയില്ല, ശമ്പളമില്ല. അങ്ങനെ ആടും കൂടെ ഒക്കെ തല കുത്തിനെ പറയണ്ട. അപ്പൊ അത് എന്തായാലും ഇതേമാതിരത്തെ ഒരു ഗവൺമെന്റുമാരത്തെ ഇതല്ലല്ലോ. ഈ പുറത്തോന്റെ സിസ്റ്റം നമ്മളെ സിസ്റ്റം ഒക്കെ ഒരേമാതിരി ടീമിനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ജിബ്രീലിന് പണിയില്ലേ, വെറുതെ ഇങ്ങനെ ഉത്തരക്കാണ്. എന്താ പണി ഞങ്ങൾ പറഞ്ഞത്. അപ്പൊ ആ പണിയുടെ നിർത്തിക്കാണ്ട് ഇനി ആർക്കാ ഈ സന്ദേശം കൊടുക്കുക? ഇപ്പൊ ഈ റസൂൽ ഇവിടെ വന്നുപോയി. അപ്പൊ വേറെ ആർക്കെങ്കിലും ഒരാളെ പകരം കണ്ടെത്തണം അല്ലേ? ഈ റസൂൽ ഇവിടെ വന്നുപോയി. അങ്ങനെ കുറെ ആൾക്കാർ ഇവിടെ വന്നുപോയി. ഇപ്പൊ ഓല് ഇവിടെ കൊടുന്ന സന്ദേശം കംപ്ലീറ്റ് എല്ലാവർക്കും എത്തിയോ? എല്ലാവരും ഇപ്പൊ റസൂലിന്റെ ഫുള്ള് സന്ദേശം കിട്ടിയ ആൾക്കാരാ? കുറെ കിട്ടിയിട്ടില്ല. 99 ആൾക്കാർക്കും. കുറച്ചാൾക്കാർക്ക് അതേ കിട്ടിയിട്ടുള്ളൂ. ആർക്കത് കിട്ടിയ ആൾക്കാർ ഇതേമാതിരി ആവോ? അതേ ഒരു പരിശുദ്ധി വരൂലേ ശരീരത്തിലും മനസ്സിലും പ്രവൃത്തിയിലും ഒക്കെ. അത് കാണില്ലേ ഈ ഇദ്ദേഹത്തിന് നടക്കുന്ന ആൾക്കാരെ തൊള്ളേന്ന് വരുന്ന എന്താ? പ്രവൃത്തിയിൽ വരുന്ന എന്താ? മനസ്സിൽ വരുന്ന എന്താ? നല്ല കാര്യം വരണമെന്നുണ്ടെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ നന്മ വരണ്ടേ? എല്ലാം വരേണ്ടത്. തർക്ക വിഷയമാണ്. അങ്ങനെ തർക്കിച്ചു, ഇടക്കിടക്ക് തർക്കിച്ചു. തർക്കിച്ചിട്ട് മാന്മാർക്കൊന്നും ഒരു കഴിവില്ല. അറിയുമോ? ഞാൻ പറയും പടത്തവനക്കും ഒരു കഴിവില്ല. നിങ്ങൾ പടത്തവനൊരു കഴിവ് കാണിച്ചത്. പടത്തവൻ അങ്ങനെ കഴിവുണ്ട്, ഇങ്ങനെ കഴിവുണ്ട്. ഇതൊക്കെ പടത്തമുണ്ടാക്കിയ കഴിവല്ല. പടച്ച ഒറ്റക്കല്ല, ഞാൻ ഉണ്ടാക്കലില്ല പല കാര്യങ്ങൾ. മനുഷ്യന്മാര് എഴുതലില്ല, അത് മനുഷ്യനാളെ എഴുതുന്നത്, വായിക്കണത്, പാടുന്നത്. ഇതൊക്കെ മനുഷ്യനാ. പടച്ചവന് പാട്ടിടാൻ വയ്ക്കോ? ഇന്നൊരു പാട്ട് പടച്ചവന്റെ പഠിക്കണം. നിങ്ങൾ പടച്ചവന്റെ ഒരു ചിത്രം വരക്കാൻ വയ്ക്കോ? ചിത്രം വരച്ചാൽ നിങ്ങൾ പടച്ചവന്റെ ചിത്രം വരക്കണത് ഞാൻ കണ്ടിട്ടില്ല, നിങ്ങൾ കണ്ടു. എന്നാ അതിനൊന്നും പറ്റില്ല. പടച്ചവന്റെ കഴിവ് പടച്ചവനുണ്ടെങ്കിൽ മനുഷ്യന്റെ കഴിവ് പടച്ചവൻ മനുഷ്യൻ കഴിവ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വരക്കണത് പടച്ചവൻ തന്ന കഴിവേ തന്നെയാണ് ആ വരക്കണത്. വരയ്ക്കാൻ പോലെ തന്നെ. അതാണ് നമ്മള് ഇല്ല പറഞ്ഞാൽ പിന്നെ ആർക്കും ഇല്ല. പടച്ചവന് വരെ ഇല്ല കഴിവ്. പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നത് വർത്തമാനം പറഞ്ഞാൽ ഇന്റെ കഴിവേറ്റാണെന്ന് പറയുകയാണെങ്കിൽ പോയി പടച്ചവൻ തന്ന കഴിവുമേ നമ്മൾ കാണുന്നു കേൾക്കുന്നു പറയണം എന്നല്ലാതെ ഒന്നും ഇല്ല.
മൂപ്പര് ഇങ്ങനെ മഹാന്മാരെ, അപ്പൊ ഞാൻ പറഞ്ഞു മഹാന്മാരെ അങ്ങനെ നിങ്ങൾ താത്തി കെട്ടുമ്പോ ഒരു കാര്യം ചെയ്യാം. ഏർവാടിയിലുണ്ട് ഇബ്രാഹിം ബാദഷ, അത് ഈ ചെയ്ത്താൻ അളകല് ജിന്നളകല് അങ്ങനെയൊക്കെയുള്ള ആൾക്കാര്, ഇങ്ങനെയുള്ള ഈ മഹാന്മാരെ നിന്ദിക്കുന്ന ആൾക്കാര്, പരിഹസിക്കുന്ന ആൾക്കാര്, ഓലൊക്കെ അവിടെ പോയി കണ്ടൊന്ന് അത് ചെയ്തിട്ട് അതേമാതിരി നല്ല നിലക്ക് തിരിച്ചു കിടന്നിട്ട് വരും. ഇതേമാതിരി പെരീന്നാണ്ട് പോയ അതേമാതിരി പെരേക്ക് വീട്ടിക്ക് തിരിച്ച് ഇതേമാതിരി തന്നെ വരണം. ഒരു കേറില്ല. അങ്ങനെ നിങ്ങൾക്ക് വരാൻ കഴിയൂല. കഴിയണമെന്നുണ്ടെങ്കിൽ നല്ല ഇലക്ക് പോയെങ്കിലേ നല്ല ഇലക്ക് അവിടെ തിരിച്ചു വരുള്ളൂ. നിങ്ങൾക്ക് വേറെ എവിടെയും പോയി കുതിര കളിച്ചാ, നിങ്ങൾ ഏർപാടി പോയിട്ടൊന്ന് കുതിര കളിക്കാണ്ട് തിരിച്ചു വരി, എന്നിട്ട് അത് കാണിച്ചു തരികയാണ്. അപ്പൊ മൂപ്പർക്ക് പിന്നെ അത് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുമോ? ഞാനും ഒപ്പം പോരാ, വണ്ടിക്കൂലി കാര്യങ്ങളൊന്നും വിഷയമല്ലാത്ത ഞാനും ഒപ്പം പോരാ. എന്നിട്ട് അവിടെ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ ഒന്ന് അപമാനിച്ചൊന്ന് പരിഹസിക്കുക, അതിന് കഴിവില്ല എന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ച് ഇങ്ങനെ തരിക്ക് വരി. യാതൊരു കേടും പറ്റാതെ എത്തണം. അങ്ങനെ എത്തുപോയി. അപ്പൊ മൂപ്പർക്ക് ഉത്തരം പറ്റ മുട്ടിപ്പോയി. അപ്പൊ ചെറിയൊരു പേടി കയറി. വെല്ലുവിളിയില്ല. ഇനിയിപ്പോ ഏതേലും ജപ്പാനിൽ നടന്ന കാര്യമല്ല പറയുന്നത്. ഇത് വളാഞ്ചേരി, മലപ്പുറം ജില്ല, സ്ഥലം കാമ്പുറം കാർത്തല പഞ്ചായത്ത്. എന്റെ അമ്മോന്റെ ഉൽപ്പം KK കരിയങ്ങാട്ട് കാവില്, പേര് ശുക്കൂർ, കരിയങ്ങാട്ട് കാവില്, കുഞ്ഞേദുസ്ലിയുടെ മകന്. ആളെ പേരും അഡ്രസ്സും കിട്ടായിട്ട് ഇനിയിപ്പോ മുജാഹിദായിട്ടും എത്തിസ്റ്റുകളായിട്ടും പാടുള്ളവർ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയാൻ നടക്കട. അഡ്രസ്സും പേരും കാര്യങ്ങളൊക്കെ, ഫോൺ നമ്പർ ഇപ്പൊ പറയണില്ല എന്നുള്ളൂ. മൂപ്പരെ വല്ലാതെ ശല്യം ചെയ്യേണ്ടത്. ഞാൻ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കാം, കാര്യങ്ങൾ ഇങ്ങനെ നടന്നിട്ടുണ്ടോ ഇല്ലേ നോക്കിയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞോളൂ. ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ്, ഇന്നുണ്ട്, 2025 ജീവിച്ചിരിക്കുന്നുണ്ട് ഈ ആള്. ഇതൊക്കെ പറഞ്ഞിങ്ങനെ നേരെ വന്നിട്ട് എന്റെ കാലിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ ഇരുന്നു. അമ്മാവനാണ് അല്ലെ? അമ്മാവനാണ്. അമ്മയുടെ ആങ്ങള, ഉമ്മയുടെ ആങ്ങള. അപ്പൊ അത് കാലിന്റെ ഇങ്ങനെ ഇരുന്നിട്ട് കാലിനോട്ടം അങ്ങനെ കുടിച്ചാണ്ട് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയേണ്ടത്. എന്താ എനിക്ക് അങ്ങനത്തെ ആൾക്കാരൊക്കെ പരിചയം ഉണ്ടെങ്കിൽ, കാര്യപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ, എനിക്ക് കുറെ കടങ്ങളുണ്ട്. ഞാൻ ഗൾഫിൽ നിന്ന് കുറെ കട ആയതുണ്ട്, ഇവിടെ വന്നിട്ട് കുറെ കട വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആൾക്കാർക്കും കുറെ പ്രശ്നം വന്നു, കടന്നുണ്ട്. എനിക്ക് ഈ കടം വീട്ടാൻ പൈസ തരണ്ട. എനിക്ക് നടന്ന കടം വീട്ടാൻ എന്റെ വീടും സ്ഥലമുണ്ട്. ഈ വീടും സ്ഥലവും വിറ്റുകാണ്ട് ഉണ്ടെങ്കിലും എന്റെ കടം കുറെ വീടി കിട്ടും. അങ്ങനെ ആയാലും മതി. ഇനി വിൽക്കാതായാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സിൽ ചോദിച്ചു, വീട് വിൽക്കാതെ പറ്റൂലേ എന്ന് ചോദിച്ചു. അപ്പൊ മൂപ്പര് വീട് വിൽക്കാതെ ആയാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാൻ ചോദിക്കണമെന്നില്ല, ചിലരുടെ കാര്യം മനസ്സിലേ ചോദിക്കോളൂ. അപ്പൊ ഇത്രയും പറയും, എന്റെ കുട്ടികളെ കെട്ടിച്ചാനുണ്ട്, ഈ കടം വീടാനുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട്, അത് എനിക്ക് മാറണം, അതിന് ഞാൻ എന്താ ചെയ്യണ്ടത്? അത് പറയുന്നത് എന്റെ ഇവിടെ അങ്ങനെ വന്നിരുന്നാണ്ടേ ഇങ്ങനെ ഇരുന്നാണ്ട് ഇങ്ങനെ പറയുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ ഞാൻ സംഭവം അങ്ങനെ ഇരിക്കുന്നതോട് കൂടിയിട്ട് എന്റെ മനസ്സാകെ വിഷമായി. ഞാൻ ഇരിക്കല് ഇരുന്നാണ്ട് ഇങ്ങനെ പറഞ്ഞോട് കൂടിയിട്ട് അപ്പോഴാണ് ഞാൻ ഒന്ന് പറയുന്നത്, ആക്കെ കടം വീടിക്കോ ശരിയായിക്കോ എന്നൊക്കെ മനസ്സിൽ പറഞ്ഞു. ചോദിച്ചൊന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാൻ എന്തോന്ന് മൂപ്പര് സമാധാനിക്കാൻ വേണ്ടിട്ട് എന്തോന്ന് പറഞ്ഞു. പിന്നെ ഫുള്ള് ഞാൻ തൊള്ളയെ പറയണില്ല, ഉള്ളിലാണ്, നിരൂപിക്കലാണ്. മനസ്സിലാണ് പറയാം, ഉത്തരമൊക്കെ മനസ്സിലാണ്. സാരല്ല കടം കൂടും എന്നാണ് മനസ്സിൽ പറഞ്ഞത്. ഈ മൂപ്പരോട് ഞാൻ പറഞ്ഞത് സാരല്ലാന്നോ അതോ നീ മാറിക്കോന്ന് എന്തോന്ന് പറഞ്ഞത്. അന്ന് മൂപ്പർ ഫുള്ള് കടച്ചിലാണെന്നുള്ള കാര്യം നമ്മളെ കുടുംബക്കാർക്കും അയൽവാസികൾക്കും എല്ലാവർക്കും അറിയാം. ഇത് കാവമ്പുറത്താണ്, കാർത്തല പഞ്ചായത്തില് കാവമ്പുറത്തില് വടക്കുമുറി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ആളുള്ളത്. അവിടെ പോയാൽ ആർക്കും അന്വേഷിക്കാം. ഇപ്പോഴും ആ വീട് വിറ്റിട്ടില്ല. വീട് മാറ്റി പുതിയത് പണിതു. അതിന്റെ ശേഷം വീണ്ടും അത് പുതുക്കി പണിതു. പിന്നെ അത് പുതുക്കി പണിത് മതിയെ ഒക്കെ മാറിയതിന്റെ ശേഷം പിന്നെ മോഡൽ മാറ്റി ഒന്ന് ഉഷാറാക്കണം തോന്നി. ഉഷാറാക്കി മേലക്ക് പണിതു, ഗേറ്റ് വെച്ചു, ഗേറ്റ് വീണ്ടും പുതുക്കി അപ്ഡേറ്റ് ചെയ്തു.
അത് മാറ്റിയിട്ട് ആ ഗേറ്റും മതിലും കംപ്ലീറ്റ് മാറ്റി വീണ്ടും അപ്ഡേറ്റ് ചെയ്ത് ഒരു കുഴപ്പമില്ല. മക്കള് ഓരോരുത്തര് ഒന്ന് MBBS, ഒന്ന് എന്താ ഹോമിയോ ഡോക്ടറിന് എന്താ പറയാ, ഡോക്ടർ. അത്, ഒന്ന് എഞ്ചിനീയർ, 4 പെൺകുട്ടികളും ഒരു ആൺകുട്ടിയുണ്ട്. ഈ 4 പെൺകുട്ടികളെയും കെട്ടിച്ചു ചെയ്തിരുന്നു. ഒക്കെ വരിയായിട്ട് കെട്ടിച്ചും ചെയ്തു. ഇത്തങ്ങളൊക്കെ ഗൾഫിലും ഒക്കെയാണ്. ഒക്കെ നല്ല സാമ്പത്തിക ശേഷിയിലാണ്. ഇപ്പോഴും അമ്മോന് ജീവിച്ചിരിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ആ കുടുങ്ങി കിടക്കുന്ന ആളല്ല, നല്ല ക്ലിയർ ആയിട്ടാണ് പോയി. ഈ ആള് മുജാഹിദാണ്. സിദ്ധന്മാരെ, ശൈഖന്മാരെ, ഔലിയാക്കളെ ആരും വിശ്വസിക്കാത്ത ആളായി, എല്ലാരും തള്ളുന്ന ആളാണ്. ഈ ഞാൻ പൈസ കൊടുത്തുകാണ്ട് അങ്ങനെ ഞാൻ റെഡിയാണെന്ന് പറയുന്ന ആളല്ല. അയാൾ ഇപ്പോഴും തള്ളി പറയും അങ്ങനത്തെ ആളാണ്. പക്ഷെ ഈ സംഭവം നടന്നിട്ടില്ല എന്ന് ആരും വേണമെങ്കിൽ ചോദിച്ചോ, ഉണ്ടായ സംഭവമാണ്. ഈ സിദ്ധികളുള്ള ആളുകളെ മനുഷ്യന്മാര് തിരിച്ചറിയുന്നതിനേക്കാൾ ജന്തുക്കള്, പക്ഷികളൊക്കെ തിരിച്ചറിയാൻ കഴിയും. അതിന്റെ ഒരു വല്ല തെളിവുകളും പറയാൻ? അത് ഈ മൃഗങ്ങള്, സാധാരണ നമ്മൾ വീട്ടിൽ വളർത്തുന്ന പട്ടികള്, തെരുവ് നായ്ക്കള്, ഇവർക്കൊക്കെ തിരിച്ചറിയാൻ കഴിയും. ഒരു തെരുവ് നായിന് ഒരു കള്ളം വന്നാൽ തന്നെ അയാൾ കക്കൊന്നും വേണ്ട, തിരിച്ചറിയും, കള്ളനാണ്. കാണുമ്പോ തന്നെ ഒരു തെരുവ് നായ്ക്ക് അയാൾ കള്ളനാണെന്ന് മനസ്സിലാവും. അതേമാതിരി ഇപ്പൊ ഒരു പോലീസുകാര്, നല്ല എല്ലാ പോലീസുകാരും കഴിവുള്ള പോലീസുകാർക്ക് നമ്മളെ മുഖത്ത് ഇങ്ങനെ നോക്കുമ്പോ തന്നെ നമ്മളാരാന്ന് ഓൽക്ക് മനസ്സിലാവും. പിന്നെ ഓൽക്ക് മനസ്സിലാവും അത് കഴിവാണ്, പോലെ സെൻസാണ്. പോലീസുകാർക്ക് കാണുമ്പോ തന്നെ ഇപ്പൊ ആള് ശരിയല്ലാതെ. മറ്റെല്ലാ പോലീസുകാരും മനസ്സിലാവും, എല്ലാവരും ശരിയല്ല തന്നെയാണ്. പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ആൾക്കാരുണ്ട് പോലീസുകാരിൽ തന്നെ. അത് മനസ്സിലാണല്ലോ, അതൊരു സിദ്ധിയല്ലേ. അത് അയാള് പഠിച്ചിട്ട് ജീവികൾക്ക് കിട്ടും. തെരുവ് നായ്ക്കൾക്ക്, ആടിന്, അതേമാതിരി വീട്ടിൽ വളർത്തുന്ന പശു, അങ്ങനെയൊക്കെ ഉള്ള ഇത്തങ്ങൾ വീട്ടിൽ വരുന്ന ആൾക്കാർ, നമ്മളോട് ശത്രുത ഉള്ള ആൾക്കാരാണെങ്കിൽ തന്നെ ഇതിനോടൊക്കെ ഈ ജീവികൾ പ്രതികരിക്കണം. അത് എല്ലാവർക്കും നിരീക്ഷിച്ചാൽ കാണാം, പ്രതികരിക്കുന്നത് കാണും. നമ്മളോട് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ അപ്പൊ ജീവി അസുഖം. സാധാരണ അങ്ങനെ എല്ലാ ജീവികൾക്കും ആ സ്വഭാവം ഉണ്ട്. ആൾക്കാർ നിരീക്ഷിക്കായിട്ടാണ്. നിരീക്ഷിച്ചാൽ മനസ്സിലാവും. തെരുവ് നായിനെ നിരീക്ഷിച്ചാൽ തന്നെ മനസ്സിലാവും, പല കാര്യമായി വന്ന് കിട്ടും. വേണ്ടേ? അതിലിപ്പോ പണ്ട് നമ്മള് പരിചയപ്പെട്ടപ്പോ ഈ പാട്ട് പാടുന്നതിന്റെ ഒരു കഥ പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു ഫ്ലൂട്ട് വായിച്ചു. ഫ്ലൂട്ട് അത് അതേമാതിരി ബസ് കയറി ഇങ്ങനെ പോകണം. അങ്ങനെ പോയി തിരൂരിലെത്തി. അവിടെയൊക്കെ ആകെ കറങ്ങിയിരിക്കണ്. ഏതൊക്കെ ദുനിയാവ് ഫുള്ള് കറങ്ങി. അതൊരു 10-25 കൊല്ലം മുമ്പാണ്. അങ്ങനെ കറങ്ങി ഇങ്ങനെ പോണതിന്റെ ഇടയിലുണ്ട് ഒരു സ്ഥലത്ത് ചെന്നിട്ട് ഇങ്ങനെ തിരിയുണ്ട്. അവിടെ എത്തി. പിന്നെ ഞാൻ ഉടനെ പോകും, പിന്നെ ഇങ്ങോട്ട് വരും. അപ്പൊ ഫ്ലൂട്ട് വായിക്കുന്ന ഒരാളുണ്ട്. ഇങ്ങനെ എത്തും. ഞാൻ എന്തിനാ ഇയാളെത്തി നിൽക്കണം വെച്ചിട്ട് പിന്നെ ഞാൻ ഉടനെ പോകും. പിന്നെ ഇങ്ങനെ തിരിഞ്ഞ് എത്തി ഇയാളെ മുന്നിൽ. അങ്ങനെ 5-6 വട്ടം ഇവിടെ എത്തിയതിന് ശേഷം എന്താണൊരു പരിപാടി, ഇത് വായിച്ചു, ഇതെന്താ സാധനം, ഇത് ഫ്ലൂട്ട്. അങ്ങനെ വായിച്ച് കാണിച്ചു. അപ്പൊ ഞാൻ നോക്കി ഊരി, ഒച്ചയൊന്നുമില്ല. ഞാൻ ഊതുമ്പോ ഒച്ച ചെല്ലുകയാണ്. അപ്പൊ മൂപ്പര് ഇങ്ങനെയാണ് ഊതത് പറഞ്ഞു. അപ്പൊ ഞാനും അതേമാതിരി ഊതിയപ്പോ ട്യൂൺ വന്നു. അപ്പൊ മൂപ്പര് ട്യൂൺ എടുത്തു. അപ്പൊ ഞാനും ഒരു ട്യൂൺ എടുത്തു. മൂപ്പര് ഒരു വായിക്കണ്ടല്ലോ, ഉണ്ടല്ലോ, അത് പഠിച്ചിക്കണോ വെച്ചാൽ ഞാൻ പഠിച്ചിക്കാണ്ടല്ലേ വരുന്നത്. എവിടെ പഠിച്ചിട്ടുണ്ട് ഇപ്പൊ പറഞ്ഞില്ലേ, മുന്നേ പഠിച്ചിട്ടൊന്നുമില്ല. ആ സാധനമായിട്ട് അങ്ങനെ പഠിത്തം കഴിഞ്ഞപ്പോഴേക്കും വായിച്ചു. അതിട്ട് പേരെ പോയി. പിന്നെ അവർക്ക് ഇറങ്ങിയിട്ടില്ല. അവിടെ നിന്ന് ഒരു കുറച്ചേരം ഇങ്ങനെ നോക്കിട്ടോ. പിന്നെ അവർക്ക് മാറി പോയിരുന്നിട്ട് അവിടെ നിന്ന് കുറച്ചേരം ഇങ്ങനെ നോക്കി ഊരി വെക്കി. സംഭവം ക്ലിയറായി, പേരേക്ക് പോയി. പിന്നെ രാത്രി വരെ ഇരുന്നാണ്ട് ഊതി. അത് കഴിഞ്ഞ് പിന്നെ പിറ്റേന്ന് രാവിലെ ഇരുന്നാണ്ട് ഊതി. രാത്രി ചില ദിവസമൊക്കെ രാത്രി ഫുള്ള് അത് ഇരുന്ന് വായിക്കാം. അങ്ങനെ ശല്യം ചെയ്യുന്ന വീടല്ല, ഒഴിഞ്ഞ വീടാണ്. പുറത്തുള്ള ആൾക്കാർക്ക് ശല്യം വരില്ല. പകല് അത് പിന്നെ അങ്ങനെ പഠിഞ്ഞു. ശരിക്ക് പല ട്യൂണുകൾ, സിനിമ പാട്ടിന്റെ ട്യൂണും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ എടുക്കാൻ പഠിച്ചു. ആ പഠിഞ്ഞതിന്റെ ശേഷം പിന്നെ ഇത് ഇടയ്ക്ക് ഇങ്ങനെ വായിക്കും. അപ്പൊ നല്ല രസമായി. കുറെ നേരം ഇങ്ങനെ ഇരുന്ന് വായിക്കുമ്പോ ഒരു മനസ്സിനൊരു സുഖവും
ഈ പ്രകൃതിക്ക് തന്നെ ഒരു സുഖം ഇങ്ങനെ വരുന്ന മാതിരി നമുക്ക് സുഖം ലയാണ് അല്ലെ, പ്രകൃതി തന്നെ ഒരു ഇതിലേക്ക് ഇങ്ങനെ ലയിച്ച്. പ്രകൃതിക്ക് ഒരു സുഖം നമ്മളെ കൊണ്ട് കിട്ടുന്നുണ്ടോന്ന് നമുക്ക് തന്നെ ഒരു സംശയം. ഈ പാട്ടൊക്കെ ഇങ്ങനെ പാടുമ്പോ പാട്ടിൽ ലയിക്കുകയാണോ, അവർക്ക് സുഖം വരുന്നതായിട്ട് നമുക്കൊരു തോന്നൽ ഇങ്ങനെ വരുന്നു മനസ്സിൽ ഇങ്ങനെ വായിക്കുമ്പോ. അപ്പൊ പിന്നെ അതിലേക്ക് ഈ ആകർഷിക്കുകയാണ് ഈ ജീവി പക്ഷികളും അങ്ങനത്തേനൊക്കെ. ഇവർക്കും അതിലേക്കൊരു സുഖം ഉണ്ട് എന്ന് അവർക്കും തോന്നണ്. അവർക്കൊരു സുഖം കിട്ടണമെന്ന് നമ്മളും തോന്നണ് മനസ്സിൽ. എല്ലാവർക്കും ഈ സുഖം അനുഭവിക്കട്ടെ എന്ന് നമ്മളും മനസ്സിൽ വരും. അതാണ് നമ്മുടെ ഭാവം. അപ്പൊ പക്ഷികളൊക്കെ വരും. പക്ഷികൾ വരും അല്ലെ. ഈ ഗ്രിൽസ് ഉണ്ട്. ഈ ഗ്രിൽസുകളൊക്കെ ഇങ്ങനെ വന്നിക്കും. അതിന് മേലെ മുറ്റത്ത് അങ്ങനത്തെ വിരുദ്ധമായ ജീവികൾ, കീരി ഉണ്ടാവും, പൂച്ചി ഉണ്ടാവും, പശി ഉണ്ടാവും, എല്ലാരും കൂടി വന്നിക്കും പാട്ട് കേട്ടിട്ട് തമ്മിൽ അടിയൊന്നുമില്ല അല്ലെ. അതെ. അപ്പൊ എന്തൊക്കെ സംഭവിച്ചിട്ട് ഞാൻ പിന്നെ അതൊക്കെ നിർത്തി പോലെ പോകും. വീണ്ടും ഞാൻ ചെയ്ത് നോക്കും, ബലി വരുന്നുണ്ടല്ലോ ഇനി. അപ്പൊ ഇതിങ്ങനെ ചെയ്തവർ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഉറപ്പായി മനസ്സിലാവും. അത് അവരെ സ്വാധീനിക്കുന്നുണ്ട്. ഈ കൃഷ്ണന്റെ ഒക്കെ ശ്രീകൃഷ്ണന്റെ ഒക്കെ കഥയിൽ അതന്നെയല്ലോ പറഞ്ഞു. കൃഷ്ണൻ പുല്ലാങ്കോഴിൽ ഊതുമ്പോ പശുക്കളും ഒക്കെ വരുന്നുണ്ട്. വരും. അത് വരും എന്നുള്ളത് നമ്മളിപ്പോ കഥയിൽ കേൾക്കുമ്പോ നമ്മളിപ്പോ ശ്രീകൃഷ്ണനെ പറ്റിക്കാണ്ട് പറഞ്ഞപ്പോ ഇല്ലാത്ത ഉണ്ടാക്കി പറയണം എന്നൊക്കെ ആൾക്കാർക്ക് തോന്നാം. പക്ഷെ അങ്ങനെ ചെയ്താലും നോക്കിയിട്ടില്ലല്ലോ. ഇല്ല. അങ്ങനെ അത് അങ്ങനെ ചെയ്ത് നോക്കിയ ആളാണ് ഇരിക്കുന്നത്. കൃഷ്ണൻ അങ്ങനെ ചെയ്തപ്പോ അങ്ങനെ കഥയിൽ ഇങ്ങനെ കേൾക്കുന്നു. ഈ കേട്ട ആള് ആരും ഇത് പരീക്ഷിച്ച് നോക്കിയിട്ടില്ല. നിന്നെ കാണാത്ത കണ്ണെന്തിനാ കണ്ണ, നിന്നെ കേൾക്കാത്ത കാതെന്തിനാ കണ്ണ. ഇങ്ങനെ ഒരു പാട്ട് അമ്പലത്തിൽ നിന്നൊക്കെ ഇങ്ങനെ കേൾക്കലുണ്ട്. ഇത് ഇങ്ങനെ ഭക്തജനങ്ങൾ വെക്കലുണ്ട്. എന്താണ് ഈ പറയുന്നതിന്റെ അർത്ഥം? ഈ അർത്ഥം ഇവര് അത് 100 വട്ടം കേട്ടിട്ട് അവർക്ക് അതിന്റെ അർത്ഥം മനസ്സിലാവണില്ല. എന്താ ഈ പറയുന്നത്? അതിന് അർത്ഥമുണ്ട്. ഈ കാത എന്തിനാന്ന് വെച്ചാൽ എന്തിനാ, അത് ഒന്നുകൂടി ചോദിച്ചു നോക്കിയാൽ മതി. എന്തിനാണ് അത് ആ കാത എന്തിനാ? ഇത് കൃഷ്ണനെ കേൾക്കാനാണ് എന്ന് തന്നെയാണ് ഇനിയും പറയുമ്പോൾ ആ പറഞ്ഞ തന്നെ റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കുറെ വട്ടം സ്വയം പറയാ. എന്തിനാണ് ആ കണ്ണ്? നിന്നെ കാണാനാണ്. അത് കാണുന്നില്ലെങ്കിൽ എന്തിനാണ് കണ്ണ്? വീണ്ടും വീണ്ടും ചോദിച്ച പുള്ളിക്ക് അതേ സാധനം തന്നെ ആദ്യം ചോദിക്കുക. ശരീരത്തിനോട് ചോദിക്കുന്ന അതേ ചോദ്യം വീണ്ടും ചോദിക്കുമ്പോഴാണ് മനസ്സിലേക്ക് പോവുക. വീണ്ടും വീണ്ടും ചോദിക്കുമ്പോൾ ആ മനസ്സിന്റെ ഉള്ളിക്ക് പോകും. വീണ്ടും ചോദിക്കുമ്പോൾ മനസ്സിന്റെ ഉള്ളിൽ പോകും. അത് എന്തിനത്ര തോന്നിച്ചു? ഒരു ജപം 108 പറയണത്, 1000 പറയണത് ഒക്കെ പറയണത് തന്നെ. ഇത് ഒരു തലല്ല, ആഴത്തിലേക്ക് പോവാൻ ആഞ്ഞ അടിച്ചണ മാതിരി ഇങ്ങനെ ഒരടി അടിച്ചാൽ പോകല്ല, കുറെ സ്ക്രൂ തിരിച്ച് കയറാണ്. കേരി ഉള്ളിലേക്ക് അങ്ങനെ പോകുമ്പോഴാണ് മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ ആരും എത്തിയിട്ടില്ല. മനസ്സിന്റെ ഉള്ളിലേക്ക് മനുഷ്യന്മാർക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ മനസ്സിന് വലിയ രാജകൊട്ടാരം മാതിരിയാണ് മനസ്സ്. അതിന് സിറ്റ് ഔട്ട് ഉണ്ട്, മതിൽകെട്ടുണ്ട്, വേലിയുണ്ട്, ഗേറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട്. നമ്മളൊക്കെ ആ ഗേറ്റിന്റെയും റോഡിന്റെ അപ്പുറത്താണ് നിൽക്കുന്നത്. അങ്ങനെ പതുക്കെ സെക്യൂരിറ്റി ഉണ്ട് അതിന്. അത് ഉള്ളിക്ക് ഇങ്ങനെ കേറി വരണമെങ്കിൽ ഇനി ലാസ്റ്റ് അതിന്റെ സിറ്റ് ഔട്ട് വരെ എത്തുള്ളൂ. അവിടെ നിന്ന് ഒട്ടും ഇച്ചിരി മനസ്സിന്റെ ഉള്ളിൽ കയറാൻ പറ്റൂല. അതിന് കാവലുണ്ട്, ഗേറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളില് ഈ സാധനത്തിന് നല്ല സെക്യൂരിറ്റിയിൽ ഇരിക്കുന്ന ഒരു സാധനം ഉണ്ട് ഉള്ളിൽ. അപ്പൊ നമ്മളെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ ശ്രമിക്കാൻ വേണ്ട. അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോഴാണ് സിറ്റ് ഔട്ടിലെ നമ്മൾ എത്തുന്നത്. ആദ്യമായിട്ട് ഒരു വീട്ടിൽ കയറുന്ന പോലെ തന്നെയാണ്. അതിൻ്റെ ഉള്ളിൽ ആള് വേണം. അതന്നെ. അങ്ങനെ ഉള്ളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വീണ്ടും മനസ്സിന്റെ ഉള്ളിൽ അടുത്ത ഡൈനിങ്ങൾക്ക് എത്തും. അതിന്റെ ഉള്ളിൽ നിന്ന് അതിന്റെ അടുത്ത മെയിൻ റൂമൊക്കെ എത്തും. അവിടെയാണ് ആ വീട്ടിന്റെ ഉടമസ്ഥ ഉണ്ടാവുക. അതുപോലെ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമ്മളെ കണ്ടെത്തുന്നത്. ആ വീട്ടിന്റെ ഉടമസ്ഥൻ അവിടെ ഉണ്ടാവുക. കാരണം അത് രാജ്യത്തിന്റെ പോലെ തന്നെയാണ്. ആ രാജ്യത്ത് അതിർത്തി ഉണ്ടാവില്ലേ, അവിടെ പട്ടാളം ഉണ്ടാവും. അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ആ രാജ്യത്തിന്റെ രാജാവ് നേരെ അവിടെ അല്ലല്ലോ ഉണ്ടാവുക, നേരെ അതിന്റെ ഉള്ളിലല്ലേ ഉണ്ടാവുള്ളൂ. അങ്ങനെ തന്നെയാണ് മനസ്സും. അങ്ങനെ തന്നെയാണ്. ഇതിന്റെ എല്ലാ സെറ്റപ്പും അതിനുണ്ട്. പക്ഷെ ഇതിന് നിങ്ങൾ ഈ കാണുന്ന പോലെ ചെറിയൊരു വീടിൻ്റെതോ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ വലുപ്പമല്ല.
അതാണ് ഈ അള്ളാഹു വസിയ കുർസിയു സമാവാത്തി വൽ അർള് ഖുർആനിൽ പറഞ്ഞ ഒരു ആയത്ത്. ദൈവത്തിന്റെ സിംഹാസനം, ആയത്തിൽ കുർസി എന്നത്, ആ സിംഹാസനം ആകാശ ഭൂമികളുടെ വലിപ്പമുണ്ട്. അത്ര വലിപ്പമാണ്. അത്ര വലിപ്പം നിന്റെ മനസ്സ് വരട്ടെ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പോളെ അവിടെ ദൈവത്തിന്റെ സിംഹാസനം വെക്കാൻ പറ്റുള്ളൂ. അത് വെക്കുക ആകാശത്തിന്റെ മേലെ കൊണ്ടേറ്റോ ഭൂമിന്റെ താഴെ കൊണ്ടേറ്റോ അല്ല വെക്കാനുള്ളത്. ദൈവത്തിന്റെ സിംഹാസനം മനസ്സാണ്. ആ മനസ്സ് അതിവിശാലമാവണം. ആകാശ ഭൂമികളുടെ അത്ര അതിവിശാലമാണ് എന്ന് പറഞ്ഞാൽ അതിന് ഒരു അടവുമില്ലാതെ ഫുള്ളായിട്ട് തുറന്നു നിന്നാൽ ദൈവസിംഹാസനം വെക്കാനുള്ള വലിപ്പം മനസ്സിന് വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അതിന് കൊടുന്ന് വെക്കും. നേരെ മനസ്സ് കണ്ട് വെച്ചാൽ ഇരിക്കൂല പടച്ചോൻ. പടച്ചോനെ വെക്കണമെങ്കിൽ ഇപ്പൊ ഒരു വെള്ളം എടുക്കണമെങ്കിൽ, ഒരു ക്ലാസ് വേണ്ടേ, ഒരു തീ എടുക്കണമെങ്കിൽ അത് അതിൻ്റെതായ ഒരു ഉപകരണത്തിലല്ലേ തീ എടുക്കാൻ പറ്റുള്ളൂ. കാറ്റെടുക്കണമെങ്കിൽ ഒരു ബലൂണാണെങ്കിലോ പന്താണെങ്കിലോ അതിന്റെ ഉള്ളിൽ നമുക്ക് കാറ്റെടുക്കാം. തീ എടുക്കണമെങ്കിൽ, കാറ്റെടുക്കണമെങ്കിൽ, വെള്ളം എടുക്കണമെങ്കിൽ, അങ്ങനെ ആസിറ്റ് എടുക്കണമെങ്കിൽ അതിൻ്റെതായ ഉപകരണം വേണ്ടേ. നമ്മൾ നേരെ കയ്യേറ്റ് ഇങ്ങനെ മുക്കിയെടുക്കാൻ പറ്റില്ല ആസിറ്റ്. അതേപോലെ തന്നെ ദൈവത്തിന് എന്തേറ്റ എടുക്കുക, അത് വെക്കാൻ പറ്റുന്ന സാധനമാണ് മനസ്സിന്റെ ഉള്ളിൽ. അപ്പൊ ആ സാധനം അതിന്റെ ഉള്ളിൽ ഉണ്ടെങ്കിലാണ് റെഡിയാക്കിയിട്ട് അത് റെഡിയായിട്ട് വരുമോ, അല്ലാതെ ഈ സാധനം വരില്ല. അപ്പൊ അതാ ഈ പറഞ്ഞ നിന്നെ കാണാത്ത കണ്ണെന്തിനാ, നിന്നെ കേൾക്കാത്ത കാതെന്തിനാ കണ്ണ എന്നൊക്കെ ചോദിക്കണതിന്റെ അർത്ഥം ഇതിന്റെ ഉള്ളിലാണ് യഥാർത്ഥ ശക്തി ഇരിക്കുന്നത്. അത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നീ ഒരു ഫ്രൂട്ട് വായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കഴിയണിലേക്ക് വേണ്ട, കഴിയുന്ന ആളാണെങ്കിൽ അങ്ങനെ ചെയ്താൽ അത് വരും. നീ ശ്രമിച്ചു നോക്കിയാൽ കാണും, വരും ചെയ്യും. അത് വരാൻ വേണ്ടി ചെയ്യണ്ട, പക്ഷെ ഞാൻ ചെയ്ത ആ സംഭവം അവിടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കും.